ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റവ കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ 1 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരക്കപ്പ്, ഒരേ അളവാട്ടോ കപ്പ്, അരക്കപ്പ് തേങ്ങാപ്പീരിയാണ്, അരക്കപ്പ് പഞ്ചസാരയുണ്ട്, ഉപ്പുണ്ട്, ഇത് ഏലക്കായ, ഒരു 4 ചെറുപഴം, അതായത് കദളിപ്പഴമാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇത്രയും വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാണാം. നമ്മൾ എടുത്തു വെച്ച ആ പഴം ഞാൻ അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം, മാഷ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ, 1/2 കപ്പ് പഞ്ചസാര, അത് ഇതിലേക്ക് ഇടുക. അതേപോലെ തന്നെ തേങ്ങ 1/2 കപ്പ്, അതും ഇതിലോട്ടിടാം. പിന്നെ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലോട്ടിട്ടു. ഇനി ഇതൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. നമ്മളിനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോകുന്ന ഒന്നും കൂടെ ബാക്കി പൊടി ഇടാൻ പോവാണ്. റവ എടുത്തിട്ടുണ്ട്, 1 കപ്പ് റവ, ആ റവ ഇതിലോട്ടിട്ടു. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം കുറച്ച്. ഞാൻ ആ കപ്പ് തന്നെ എല്ലാത്തിലും എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര വെള്ളം വേണമെന്ന്. വലിയ സ്പൂൺ എടുക്കാൻ പോകണം, ഇതിട്ട് പറ്റില്ല. വലിയ സ്പൂൺ എടുത്തു. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ്. ബാക്കി വെള്ളം കൂടെ ഞാൻ ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കണം മതിയാവോന്ന്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം നമുക്ക്. ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിക്കുകയാണ് കുറച്ച്. ആ 1/2 കപ്പ് കൊണ്ട് ഒഴിച്ചപ്പോൾ നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. നമ്മളെടുത്ത ആ 1 കപ്പ് ആ അളവാണ്, ഈ അളവ് കറക്റ്റ് അളവാണ്, അതിലെടുക്കണം. പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ നെയ്യാണ് എടുത്തേക്കണേ. എന്നിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക എല്ലായിടത്തും. ഈ നമ്മൾ വെച്ച കൂട്ട് ഇതിലോട്ട് ഒഴിക്കുകയാണ് ഞാൻ. വെച്ചിട്ട് നമ്മൾ കേക്കിനൊക്കെ ടാപ്പ് ചെയ്യണ പോലെ ഒന്ന് ടാപ്പ് ചെയ്തേക്കാം. കാരണം ഇച്ചിരി കട്ടിയുണ്ടല്ലേ പൊടി. ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ വയ്ക്കാം. ഇനി നമുക്ക് ഞാനിവിടെ ഇഡ്ഡലി പാത്രം വെച്ചിരിക്കുകയാണ്. ഇഡ്ഡലി പാത്രമോ സ്റ്റീമർ എന്താണെങ്കിലും അത് വെച്ച് വെക്കുകയാണ് ഞാൻ. ഇനി അതിന് ഇത് എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. നമുക്ക് അടച്ച് വയ്ക്കാം. ഫ്രൂട്ട്സ് വെക്കണത് നിർബന്ധമൊന്നുമില്ല. കുറച്ച് ക്രിസ്മസ് ഇരുന്ന് എന്നാൽ പിന്നെ അതങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കശുവണ്ടിയാണെങ്കിൽ ആദ്യം ഗംഭീരമായിരിക്കും. ഇനി നമുക്ക് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. നന്നായിട്ട് ആവി വരട്ടെ. ആവി വരുന്നുണ്ട്, നന്നായിട്ടായി വരുന്നുണ്ട്. വെന്തിരിക്കും, നമുക്ക് നോക്കാം. ഇത് വെന്തോന്ന് നോക്കാനായിട്ട് നമുക്കൊന്ന് കുത്തി നോക്കട്ടെ. വെന്തിട്ടുണ്ട്, ഇതിൽ ഒട്ടും ആയിട്ടില്ല. അപ്പോൾ അത് വെന്തു എന്നർത്ഥം. കണ്ടോ, കാണാമോ? ഓക്കെ.
നമുക്കിതെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത് ഞാനിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് കമഴ്ത്തി നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കണ്ടാലേ ഭംഗിയുള്ളൂ. മറ്റേ സൈഡ് ഇടാം. ഇതാണ് നമ്മുടെ റവ കൊണ്ടുള്ള പഴം അപ്പം. റവയും പഴവും ചേർന്ന അപ്പമാണിത്. നല്ല സ്വാദാണ്. കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. കുറച്ച് നിങ്ങളുടെ കയ്യിൽ നല്ല ഡ്രൈ ഫ്രൂട്ട്സ് കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാക്കാം നമുക്ക്. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. റവ കൊണ്ടുള്ള പഴം അപ്പം പെട്ടെന്ന് തന്നെ റെഡി. വളരെ ഈസി അല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയും നേരം കൊണ്ടുവന്ന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇതാണ് നമ്മുടെ പഴം റവ അപ്പം. സ്വാദിഷ്ടമാണ്, ഈസിയാണ്. ഈസി ആൻഡ് ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്.